വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ദായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും സർവശക്തനായ ദൈവം നൽകുന്ന സമാധാനവും സന്തോഷവും അനുദിന ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-19 തിരുവചനങ്ങൾ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 18 and 19 നമുക്ക് പരിചയമുള്ള ഒരു വചനഭാഗമാണ്. പൊതുവെ ഇതിനെക്കുറിച്ച് പറയുന്നത് യേശുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ളതാണ്. നമ്മൾ അനേക നയപ്രഖ്യാപന പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണ്. ഒരു മന്ത്രിസഭ ആദ്യമായിട്ട് ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറുമൊക്കെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ നടത്തും. അവരുടെ നയം പ്രഖ്യാപിക്കുകയാണ്. അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യം വ്യക്തമായി ജനത്തെ ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ യേശു തൻ്റെ നയം വ്യക്തമാക്കുകയാണ്. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-19 വചനങ്ങൾ. സാധിക്കുന്നവരെല്ലാവരും വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്നു. നമ്മൾ ഒരുമിച്ച് വായിച്ച് അഭിഷേകം പ്രാപിക്കുന്നു. വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, യേശു വളരെ വ്യക്തമായി ദൈവജനത്തോട് പറയുകയാണ്, എനിക്ക് ഒരു ദൗത്യമുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് കൃത്യം വ്യക്തമായ ചില കാര്യങ്ങൾ ചെയ്യാനാണ്. ഇതാണ് എൻ്റെ നയപ്രഖ്യാപനങ്ങൾ. ചില കാര്യങ്ങൾ ഈ മണ്ണിൽ ചെയ്തു തീർക്കാനുണ്ട്. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. എന്തൊരു ആത്മവിശ്വാസമാണ് ആ വാക്കുകൾക്ക്, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഈശോ പറയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക്, ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഈ ആത്മവിശ്വാസം കടന്നു വരികയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, പലപ്പോഴും നമ്മുടെ ധ്യാന വിഷയമാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത്, എന്താണ് യേശുവിന് ഇപ്രകാരം ഒരു ആത്മവിശ്വാസം കിട്ടിയ ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്താനുള്ള കൃപ ലഭിച്ചത്? നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കുമ്പോൾ ഒരു വലിയ ആത്മീയ രഹസ്യം വെളിപ്പെടും. അതെന്തെന്നറിയോ? ഈശോ സിനഗോഗിലേക്ക് വന്ന്, ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വചനത്തിൽ പറയുന്നു, യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പിന്നീട് നസ്രത്തിലെ സിനഗോഗിൽ യേശു പ്രസംഗിക്കുകയാണ്. അപ്പോൾ നസ്രത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിലാണ് യേശു ഇത് പറഞ്ഞത്, പങ്കുവച്ചത്. അത് പങ്കുവച്ചതിൻ്റെ മുൻപ് യേശു എവിടെയായിരുന്നു? എവിടുന്നാണ് ഇത്രമാത്രം ഈ ശക്തി യേശുവിന് അനുഭവിക്കാൻ സാധിച്ചത്? കൃത്യമായി നമ്മുടെ മുമ്പിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇത് സംഭവിച്ചത് മരുഭൂമിയിൽ വെച്ചാണ്. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. ജോർദാനിൽ എന്ത് സംഭവിച്ചു? നമുക്കറിയാം. മാമോദീസ സമയത്ത് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം, അത്രമേൽ ദൈവീക അനുഭവം നിറഞ്ഞ വ്യക്തി കടന്നു ചെല്ലുന്നത് പിന്നീട് എങ്ങോട്ടാ? മരുഭൂമിയിലേക്കാണ്. എത്ര ദിവസം? 40 ദിവസം മരുഭൂമിയിൽ യേശു കഴിച്ചുകൂട്ടിയ ദിനങ്ങളുണ്ടല്ലോ, അതായിരുന്നു യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയുടെ സ്രോതസ്. മരുഭൂമി വാസം. പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടങ്ങളിലൊക്കെ ധ്യാന വിഷയം ഏതാണ്? മരുഭൂമി. മരുഭൂമിയിലൂടെ നടക്കുന്ന യേശു.
മരുഭൂമിയിലെ യേശുവിൻ്റെ പ്രവർത്തന സംസാര രീതികൾ. പ്രിയപ്പെട്ടവരെ, ആ മരുഭൂമി വാസമാണ് യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയെ, വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത്. മരുഭൂമിയിൽ വെച്ച് യേശുവിന് കിട്ടിയ ബോധ്യമാണ് ദൈവജനത്തിൻ്റെ മുമ്പിൽ വന്ന് പിന്നീട് പ്രസംഗിക്കുന്നത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ മരുഭൂമി അനുഭവങ്ങളുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മിൽ ഉണ്ടാക്കുന്നുണ്ടോ ഈ മരുഭൂമി അനുഭവം? അപ്പോൾ ചിലർ ചിന്തിക്കും, മരുഭൂമിയോ അച്ഛാ, അതിന് ഞങ്ങൾ രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് പോയിട്ടില്ല, അല്ലേ? ഞങ്ങൾ ഗൾഫ് നാടുകളിലെ മരുഭൂമിയിലേക്ക് പോയിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമിയോ? ഉണ്ടല്ലോ. ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറല്ല, മറിച്ച് എത്ര വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലും നിൻ്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നൊരു ചോദ്യവും ചിന്തയുമുണ്ടോ? അതൊരു മരുഭൂമിയല്ലേ? എന്നെ ആർക്കും വേണ്ട എന്നുള്ളൊരു ചിന്ത, ഒരു മരുഭൂമി അനുഭവം, വരണ്ട അവസ്ഥ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു സ്ത്രീ, കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല, കൂട്ടുകുടുംബ വ്യവസ്ഥതയിലുള്ള ഒരു കുടുംബത്തിലേക്കാണ് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരുടെ വീട്ടിൽ 15-ലധികം ആളുകൾ ആ വീട്ടിലുണ്ട്. ഈ പെണ്ണെന്താ പറഞ്ഞെന്നറിയോ? അച്ഛാ, ഞാൻ കല്യാണം കഴിച്ച വീട്ടിൽ ഞാൻ ചെന്നു, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ്. അച്ഛാ, ആൾക്കൂട്ടമുണ്ട്, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ്. ഈ പെണ്ണ് പറഞ്ഞത്, അച്ഛാ, എൻ്റെ ഉള്ളിൽ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു, ആരുമില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തോന്നാറില്ലേ? അതായത് ആരുമില്ലാത്ത അവസ്ഥ, ഒറ്റപ്പെട്ട അവസ്ഥ, വലിയ വരണ്ട അനുഭവങ്ങൾ, അതാണ് മരുഭൂമി. ജീവിതത്തിൽ ചില തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഈ മരുഭൂമി അനുഭവം നന്നായിട്ട് മനസ്സിലാക്കാറുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സൈദ കുളക്കലേരെ രോഗി എത്ര വർഷം? 38 വർഷം. 38 വർഷമായിട്ട് അവിടെ കിടക്കുവാണ്. ജനമില്ലേ? ജനമുണ്ടല്ലോ ചുറ്റുവട്ടത്തും, പക്ഷേ എനിക്കാരുമില്ല, എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല. പ്രിയപ്പെട്ടവരെ, മരുഭൂമി അനുഭവം, ഈ മരുഭൂമി അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള ഈ മരുഭൂമി അനുഭവങ്ങളെ നമുക്ക് വലിയൊരു ആത്മീയ ദർശനത്തിൻ്റെ സമയമാക്കി മാറ്റാം. യേശു ബോധപൂർവം ഈ മരുഭൂമി അനുഭവത്തിലേക്ക് കടന്നു ചെന്നു. യേശു ഏറ്റെടുത്ത ഒരു ത്യാഗപ്രവൃത്തിയാണ്. 40 ദിവസത്തേക്ക് ഭക്ഷണം വേണ്ട, ഞാനിവിടെ ഒറ്റയ്ക്ക് ജീവിച്ചു കൊള്ളാമെന്നുള്ള തീരുമാനം. ഒറ്റയ്ക്ക് മരുഭൂമിയിൽ ജീവിച്ച യേശു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാൽവരിയിൽ കുരിശിൽ ഒറ്റയ്ക്ക് കിടന്നു. ആ ഒറ്റയ്ക്ക് കിടന്നുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ജീവിതത്തിലെ സകല സഹനങ്ങളെ നേരിടാനുള്ള ചങ്കുറപ്പ് ലഭിച്ചത് 40 ദിവസത്തെ മരുഭൂമി ജീവിതമാണ്. കൂടെ ആരുമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവം എൻ്റെ സ്വഭാവത്തെ മാറ്റിമറിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും കടന്നു പോകാറുണ്ട് ഈ മരുഭൂമി അനുഭവങ്ങൾ. നിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും അത് നെഗറ്റീവാണ്. ആരുടെയെങ്കിലും കുത്തുവാക്കുകൾ കേട്ടു, ആരുടെയെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ സ്വീകരിച്ചു. പിന്നീട് നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുന്നത്? പ്രതികാരം. നമ്മളെ വേദനിപ്പിച്ചവരെ നശിപ്പിക്കാനുള്ള ചിന്ത. പ്രിയപ്പെട്ടവരെ, മരുഭൂമി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ വളർത്തുന്നുണ്ടോ, തളർത്തുന്നുണ്ടോ? ഈ അവസരത്തിൽ നിനക്ക് ധ്യാനിക്കാൻ പറ്റിയൊരു വിഷയമാണ്. അനുദിന ജീവിത വഴികളിൽ ഞാനും ഇതുപോലെ മരുഭൂമി അനുഭവങ്ങളിലാണ്. ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുടുംബമുണ്ട്, വീട്ടുകാരുണ്ട്, ചുറ്റുവട്ടത്ത് ആളുണ്ട്, ആൾക്കൂട്ടമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പക്ഷേ ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിൻ്റെ ഈ മരുഭൂമി അനുഭവം നിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? മാറ്റങ്ങൾ വരുത്താനുള്ള കാലഘട്ടമാണ് മരുഭൂമി അനുഭവം.
നിന്റെ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ വരുത്താനുള്ള സമയമാണ്. യേശു പ്രഖ്യാപിക്കുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇതാ, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം. ഇത് പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. യേശുവിന് കൃത്യതയുണ്ട്, ബോധ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ലക്ഷ്യം നഷ്ടപ്പെട്ടവർ, ഇനി എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരുപക്ഷെ ജീവിതത്തിൽ ഞാനൊരു പരാജയമാണെന്ന് ചിന്തിക്കുന്നവർ, യേശുവിൽ നിന്ന് പഠിക്കാം. യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്, ജീവിതത്തിൽ നീ ഒരു പരാജയമല്ല, മറിച്ച് ഇന്ന് നീ കടന്നു പോകുന്ന ഈ മരുഭൂമി അനുഭവം ദൈവം നിന്നോട് സംസാരിക്കുന്ന, ദൈവം നിന്നിൽ ഇടപെടുന്ന സമയമാണ്. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയുന്നൊരു കാര്യം, എവ്രി ഡിസപ്പോയിൻമെൻറ്റ് ഇറ്റ് ഈസ് ഹിസ് അപ്പോയിൻമെൻറ്റ്. കേട്ടിട്ടുണ്ടാവും. എല്ലാ നിരാശയുടെ എവ്രി ഡിസപ്പോയിൻമെൻറ്റ് ഓർത്തോണം, ദൈവം നിന്നിൽ ഇടപെടുന്ന സമയമാണ്. ദൈവം നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ്. എവ്രി ഫെയിലിയർ നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയമാണ്. നശിക്കാനല്ല, മറിച്ച് വളരാനുള്ള സമയം. കാനായിലെ വിവാഹ വിരുന്നിൽ അവിടെ വീഞ്ഞ് തീർന്നു പോയൊരു കുറവ്, ആ കുറവിലാണ് ദൈവം ഒരു അത്ഭുതമുണ്ടാക്കിയത്. ഇന്ന് നീ കടന്നു പോകുന്ന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മരുഭൂമിയുടെ കുറവിൻ്റെ അനുഭവത്തിലാണെങ്കിൽ വിശ്വസിച്ചുകൊള്ളൂ, നിന്നിൽ ദൈവം ഇടപെടുന്ന സമയമാണ്. ഈ മരുഭൂമി അനുഭവം നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സമയമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മരുഭൂമി അനുഭവം, വിജനതയുടെ അനുഭവത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വചനം നൽകുന്നുണ്ട്. പഴയ നിയമത്തിലെ ഹോസിയായുടെ പ്രവചനം, ഹോസിയായുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. ബൈബിൾ തുറന്നേ, ഒന്ന് വായിച്ചു നോക്കിക്കേ. ബുക്ക് ഓഫ് ഹോസിയ ചാപ്റ്റർ 2 വേഴ്സ് 14 വചനം പറയുന്നു, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്ത് കൊണ്ടുവരും, അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഞാൻ നിന്നെ ഇന്ന് വിജനപ്രദേശത്ത് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ ഞെരുക്കത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന് നിന്നോട് ഹൃദ്യമായി സംസാരിക്കാനുള്ള ഒരു സമയമാണ്. യേശു തൻ്റെ ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തിയത് മരുഭൂമിയിലാണെന്ന് നമ്മൾ വായിച്ചു, നമ്മൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്നോടും നിന്നോടുമുള്ള അടുത്തൊരു തീരുമാനമാണ്, ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഈ മരുഭൂമി അനുഭവത്തെ നേരിടാനുള്ള കൃപ. മരുഭൂമിയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന യേശു പിന്നീട് ശിഷ്യന്മാരുടെ കൂടെയായിരുന്നപ്പോഴും ജനക്കൂട്ടത്തിൻ്റെ കൂടെയായിരുന്നപ്പോഴും ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ നിലപാട് അറിയിച്ചു. ബൈബിൾ വായിച്ചു പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ, യേശു ഒരു കല്ലേറ് ദൂരം മാറി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഗെത്സമീൻ തോട്ടത്തിൽ അത്രയേറെ ജീവിതത്തിന് ദുഃഖഭാരമുള്ള സമയത്ത് ഒരു കല്ലേറ് ദൂരം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ശൈലിയുള്ള യേശു രാത്രികാലങ്ങളിൽ അവൻ അപ്പനോടൊപ്പമായിരുന്നു. അനുഭവം ഇതെവിടുന്നാണ് കിട്ടിയത്? മരുഭൂമിയിൽ 40 ദിവസങ്ങൾ നേടിയെടുത്തത് ഈ അനുഭവമാണ്. ഈ ഭൂമിയിൽ എൻ്റെ കൂടെ എൻ്റെ അപ്പൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അവബോധം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അവബോധമാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടെ ആളുകളൊക്കെ ഉണ്ട്, ചിരിക്കാനുണ്ട്, കൈയടിക്കാനുണ്ട്, ബഹളം വയ്ക്കാനുണ്ട്, സന്തോഷിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഈ ഭൂമി ജീവിതത്തിൽ കൂടെ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം മാത്രമേ ഉള്ളൂ, അപ്പൻ മാത്രമേ ഉള്ളൂ. ഈ തിരിച്ചറിവ് കൊണ്ടാണ് എപ്പോഴും അപ്പനോട് യേശു തൻ്റെ ബന്ധം നിലനിർത്തിയത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ എഴുതി വച്ചിട്ടില്ലേ, എല്ലാ അത്ഭുതങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അത്ഭുതങ്ങൾക്ക് മുമ്പ് അപ്പൻ്റെ മുമ്പിൽ പോയി അനുവാദം ചോദിക്കുന്ന യേശു, അപ്പൻ്റെ മുമ്പിൽ പോയി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന യേശു,
ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച യേശു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ ഇതുപോലെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കണം. വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. ഇടവകയിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. നിനക്ക് പ്രാർത്ഥനയുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ബലമുണ്ടോ? ചില പുരുഷന്മാരൊക്കെ പറയും, അച്ഛാ എൻ്റെ ഭാര്യ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവളാണ്. ഒരു കുടുംബനാഥൻ ഇവിടെ ഭാര്യയെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ വരുന്നില്ല പ്രാർത്ഥനയ്ക്ക്? ഓ അച്ഛാ ഞാൻ വരുന്നില്ല, ഇത് അവളുടെ പണിയാണ്, അവളാണ് ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനക്കാരി, അവൾ പ്രാർത്ഥിച്ചോളും. അപ്പം ചേട്ടൻ്റെ കാര്യമോ? വേണ്ട അച്ഛാ, വീട്ടിൽ ഒരാളെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. വീട്ടിൽ പ്രാർത്ഥനയുടെ ആളുകൾ ഉള്ളത് നല്ലതാണ്, പക്ഷേ നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നീ എങ്ങനെ ബലം പ്രാപിക്കും? ഇതൊരു ചോദ്യമല്ലേ? ഇതേ പറഞ്ഞ വ്യക്തി സമയമില്ല, ബിസിനസ്സാണ്, പ്രാർത്ഥന മുഴുവൻ എൻ്റെ ഭാര്യയുടെ പണിയാണെന്ന് പറഞ്ഞ വ്യക്തി, ബിസിനസ്സിലൊരു തകർച്ച, ഒരു ദുഃഖം, ഇത് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഈ വ്യക്തി പെട്ടെന്ന് ക്ഷീണിച്ചു പോയി, മാനസികമായി വലിയൊരു ആഘാതത്തിലായി. ഞാൻ ആ വ്യക്തിയെ പിന്നീട് കണ്ടപ്പോൾ പറഞ്ഞു, ഇതെന്താ ചേട്ടാ, ഭയങ്കര ക്ഷീണമാണല്ലോ, എന്തു പറ്റി? ഇല്ലച്ചാ, എനിക്ക് മുറിക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല, ഇപ്പോഴും നിരാശയാച്ച, ഭയമാണ്, ദുഃഖമാണ്. ഭാര്യ നന്നായിട്ട് പ്രാർത്ഥിക്കും, പക്ഷേ ഈ വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ കിട്ടിയ സമയത്തൊന്നും വേണ്ട രീതി പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ചില്ല. അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഉള്ളിൽ ബലമില്ല. കാൽവരി മലയുടെ നെറുകയിൽ ഈശോ കരങ്ങൾ വിരിച്ചു പിടിച്ച് വേദനിച്ച് കിടന്നപ്പോൾ യേശുവിൻ്റെ ബലമെന്താ? നാളുകൾക്ക് മുമ്പ് മരുഭൂമിയിൽ നേടിയെടുത്ത ബലം, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച ബലം. ചിലരൊക്കെ കൂട്ടമായിട്ട് ധ്യാനത്തിന് വരും. ചിലരെ കണ്ടിട്ടില്ലേ, ഇടവകയിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് സൗഹൃദ വലയിൽ അവർ ചില ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കൂട്ടമായിട്ട് ഒരുമിച്ച് പോകും. കൂട്ടമായിട്ട് പോയി കഴിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, പ്രാർത്ഥിക്കാൻ പോകുന്നതുകൊണ്ടല്ല. പക്ഷെ കണ്ട കാര്യം എന്താണെന്നറിയോ? പലപ്പോഴും ഇവർ ഒരുമിച്ച് വരുന്നു, ഇവർ ധ്യാനത്തിനൊക്കെ വന്നിരുന്ന് ഒരുമിച്ച് വർത്താനം പറഞ്ഞ്, ഒരുമിച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് സമയം കളയുന്നു. വ്യക്തിപരമായി അനുഗ്രഹം പ്രാപിക്കുന്നതിന് കുറവ്. ഒറ്റയ്ക്ക് നിൻ്റെ ജീവിതത്തിൽ നീ ആത്മീയമായി ദൈവത്തോട് ചേർന്നിട്ടുണ്ടോ? നിനക്കൊരു ബലം ഉണ്ടാവും, ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള ചങ്കുറപ്പുണ്ടാവും. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കണം. ഇതാ ഈശോ നമ്മുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നടന്നുകൊണ്ട് പറയുകയാണ്. മരുഭൂമിയുടെ വിജനതയിൽ നടക്കുന്ന യേശു പറയുന്നു, നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ നീ സഹിക്കുമ്പോൾ നിൻ്റെ കൂടെയുള്ളവർ കൂടെ ഉണ്ടാവില്ല. പക്ഷേ പ്രാർത്ഥിച്ചു ബലം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നിനക്ക് ഈ പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്തുണ്ടാവും. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകൻ പറഞ്ഞത്, 2-ാം അധ്യായം 14-ാം തിരുവചനം, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്ത് കൊണ്ടുവരും, അവളോട് ഹൃദ്യമായി സംസാരിക്കും. നിൻ്റെ ജീവിതത്തിൽ ഒരു ഞെരുക്കമുണ്ടാവുന്നതേ ഈ ഹൃദ്യമായ ദൈവ സംസാരം കേൾക്കുന്നതിനു വേണ്ടിയാണ്. സക്കയൂസിനെ കുറിച്ച് നമ്മൾ വായിക്കാറുണ്ടല്ലോ, ലൂക്കാ സുവിശേഷം 19 നമുക്കറിയാം. ഈ സക്കേവുസിൻ്റെ ഉള്ളിലൊരു ബോധ്യം ലഭിച്ചിട്ടുണ്ട്. അതെന്താ അത്? ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എനിക്കൊരു ദൈവദർശനം സാധ്യമല്ല. അതുകൊണ്ട് എന്തു ചെയ്തു? മരത്തേൽ കയറി, പരിശീലനം കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ അവൻ അതിന് തയ്യാറായി. മരത്തെ പിടിച്ചു കയറാൻ അവൻ തയ്യാറായി. ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ടൊരു ദൈവദർശനം സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവിൽ മരത്തിൽ പിടിച്ചു കയറാൻ തയ്യാറായ സക്കേവൂസ്. ത്യാഗമുണ്ട്, കഷ്ടപ്പാടുണ്ട്, പക്ഷേ അതിനൊരു ഉത്തരമുണ്ട്, റിസൾട്ടുണ്ട്. ത്യാഗം ഏറ്റെടുത്ത് ദൈവദർശനം സാധ്യമാകും. വചനം വായിച്ചു വരുമ്പോൾ ആൾക്കൂട്ടം ഒരു അന്ധനെയും പിടിച്ച് യേശുവിൻ്റെ അടുക്കെ കൊണ്ടുവരുന്നില്ലേ? യേശു അവനെന്ത് ചെയ്യും? യേശു അവനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകും. കാരണം എന്താ? ഒരു വ്യക്തി ഏറ്റെടുക്കേണ്ട ദൈവദർശനം അതൊറ്റയ്ക്കാണ്, ആൾക്കൂട്ടത്തിലല്ല. നമ്മുടെ ജീവിതത്തിൽ എന്നും ഒറ്റയ്ക്ക് ആത്മീയമായി നേരിടാനുള്ള കരുത്തുണ്ടാവണം. അതുകൊണ്ടല്ലേ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, നല്ല കാര്യം. പക്ഷേ
വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ടോ? ഉണ്ടെങ്കിലേ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. കുടുംബ പ്രാർത്ഥന, അത് കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനപ്പുറം വ്യക്തിപരമായി പ്രാർത്ഥിച്ചാൽ ആത്മീയമായ വളർച്ചയുണ്ടാവും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ പലതരത്തിലുള്ള മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരല്ലേ? നമ്മുടെ ഈ ജീവിതത്തിലെ ഇപ്രകാരമുള്ള ഞെരുക്കത്തിൻ്റെ, വിജനതയുടെ, അസ്വസ്ഥതയുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്കൊരു ആത്മീയമായ വളർച്ച വേണ്ടേ? അതിനെന്ത് ചെയ്യണം? വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ആശയ ജീവിതം, ഇതിലേക്കാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. വ്യക്തിപരമായി പ്രാർത്ഥിച്ച് വളരാനുള്ള വലിയൊരു അവസരം. വിശുദ്ധ ഗ്രന്ഥം എല്ലാവരും വായിച്ചത് കേട്ടാൽ മാത്രം പോരാ. സ്വന്തമായി വായിച്ച്, വചനം പഠിച്ച്, ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച്, വചനം മറ്റുള്ളവരോട് പങ്കുവച്ച് വളർന്നാൽ അതൊരു വ്യക്തിപരമായ വളർച്ചയാണ്. കൊന്ത ചെല്ലുന്ന ശൈലി, ചിലരോട് ചോദിക്കും കൊന്ത എല്ലാവരുണ്ടോ? പിന്നെ കൊന്തയൊക്കെ ചെല്ലും. എപ്പോഴാ? കുടുംബ പ്രാർത്ഥനാ സമയത്ത്. അതുമാത്രം പോരാ, വ്യക്തിപരമായി കൊന്ത ചെല്ലുന്ന ഒരു ശൈലി. ഞാൻ നാളുകൾക്ക് മുമ്പ് ഒരു വൈദികൻ്റെ കൂടെ താമസിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ഭക്ഷണത്തിന് മുമ്പായി അച്ഛൻ ചില മരുന്ന് കഴിക്കും. അപ്പോൾ ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ അച്ഛനെ കാണുന്നില്ല. അപ്പം അച്ഛൻ അല്പം താമസിച്ചാണ് വന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ മരുന്ന് കഴിക്കാൻ പോയി, അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛന് എന്തെങ്കിലും രോഗമുണ്ടോ? എനിക്കങ്ങനെ രോഗമൊന്നുമില്ല. പിന്നെ എന്തിനാ മരുന്ന് കഴിച്ചേ? അച്ഛാ, ഞാൻ കഴിക്കുന്ന മരുന്ന് കൊന്തയുടെ മരുന്നാണ്. അപ്പോഴാണ് ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ഈ അച്ഛൻ പറയുകയാണ്, എല്ലാ ഭക്ഷണത്തിന് മുമ്പായി അച്ഛൻ ഒരു കാര്യം ഉറപ്പിക്കും, ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായി ഒരു കൊന്ത, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് എപ്പോഴെങ്കിലുമായി ഒരു കൊന്ത, വൈകുന്നേരം ഒരു കൊന്ത, രാത്രിയിൽ ഒരു കൊന്ത, അങ്ങനെ 4 കൊന്ത ദിവസവും ചൊല്ലും. അപ്പോൾ ഈ അച്ഛൻ പറയാണ്, ഇതെൻ്റെ മരുന്നാണ്, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ചികിത്സയുടെ മരുന്നാണ് ഈ കൊന്ത ചൊല്ലുന്നത്. മനസ്സിലായോ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൊന്ത ചൊല്ലിയെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു വൈദികൻ. എന്നെ കേൾക്കുന്ന അനേകർ ഒത്തിരി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കൊന്ത ചെല്ലാത്തവരിപ്പുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കുക, വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ശരീരത്തിൻ്റെ മാത്രമല്ല ആത്മീയ വളർച്ച ഉറപ്പുവരുത്തുന്ന ഒരു പ്രാർത്ഥനാ ശൈലി നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റും. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം യേശു പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ ബോധ്യം ഈ കാലഘട്ടത്തിൽ നമുക്കും അനിവാര്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അനേകം പേര് ലക്ഷ്യം നഷ്ടപ്പെട്ട് എന്തിനാ ജീവിക്കണമെന്നറിഞ്ഞുകൂടാ, ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിഞ്ഞുകൂടാ, ആകപ്പാടെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നുണ്ട്. യേശുവിൻ്റെ നയപ്രഖ്യാപനം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറട്ടെ. പ്രത്യേകിച്ച് ഈ കൊറോണയുടെയൊക്കെ ദുരിതത്തോട് ചേർന്ന് അനേകരുടെ ഉള്ളിൽ നിരാശയും ദുഃഖവും, വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അസ്വസ്ഥമാണ്. യേശു നമ്മളോട് പറയുന്നു, ഈ കാലഘട്ടം, ഈ ഞെരുക്കത്തിൻ്റെ കാലഘട്ടം, ഈ മരുഭൂമിയുടെ കാലഘട്ടം ദൈവത്തോട് സംസാരിച്ച് ബലം പ്രാപിക്കാനുള്ളൊരു കാലഘട്ടമാണ്. അങ്ങനെ ബലം പ്രാപിച്ചാൽ ഇതൊരു നയപ്രഖ്യാപനമാണ്. എന്തിനുള്ളത്? ഈ കാലഘട്ടത്തോട് നമുക്ക് പറയാൻ പറ്റും, എനിക്കും ഇതുപോലെ തന്നെ ജീവിതത്തിൽ വ്യക്തമായൊരു പദ്ധതിയുണ്ട്, വ്യക്തമായൊരു പദ്ധതി. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. നമുക്കും ആത്മവിശ്വാസത്തോടെ ലോകത്തോട് വിളിച്ചു പറയാം, ഈ ഞെരുക്കത്തിൻ്റെ, ദുഃഖത്തിൻ്റെ മരുഭൂമി അനുഭവത്തിൽ ലോകത്തോടുള്ള സന്ദേശം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച,
അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഈ വലിയ ദൗത്യം നമുക്കും ഏറ്റുവാങ്ങാം. ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ ഞെരുക്കങ്ങളും ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ദൈവസമൃദ്ധമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.